ഈയിടെ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു യൂട്യൂബർ ഇക്കാര്യം എടുത്തു പറഞ്ഞപ്പോഴും ആരും നടുങ്ങിയില്ല. കാരണം മലയാള സിനിമയിലേക്കും നാർക്കോട്ടിക് മാഫിയയ്ക്ക് എൻട്രി കിട്ടിയെന്നത് ഇന്ന് പരസ്യമായ രഹസ്യമാണ്. ഇവരെ എക്സൈസും പോലീസും ചോദ്യം ചെയ്യുകയും ഇവർ രാസലഹരി അടക്കം ഉപയോഗിച്ചതായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാന എന്ന സിനിമ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഡയറക്ടർ തമാശ എന്ന സിനിമ പുറത്താകുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചത് ഹൈബ്രിഡ് കഞ്ചാവാണ്. ഇതോടെയാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന വാക്ക് കേരളത്തിലും ഏറെ ചർച്ചയായത്. കഞ്ചാവിനെ കുറിച്ചും MDMA കുറിച്ചും ഏറെ ചർച്ച ചെയ്യുന്ന നമുക്ക് അത്രയേറെ അറിയാത്ത ഒരു സാധനമാണത്. മാത്രമല്ല, രാസലഹരി പോലെ അപകടകരമല്ല ഇത്, ഉന്മേഷദായിനിയാണ് തുടങ്ങിയ പല ന്യായീകരണ വാദങ്ങളും പല ഭാഗത്തു നിന്നും നിറയുന്നുണ്ട്. പക്ഷേ സത്യം അതൊന്നുമല്ല. കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന അതിഭീകരമായ ഒരു വിപത്താണിത്. എന്താണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ആദ്യം കഞ്ചാവ് എന്താണെന്ന് കൃത്യമായി അറിയണം. കഞ്ചാവ് എന്നത് കാനബീസ് സസ്യത്തിൽ നിന്നുള്ള ഒരു നൈസർഗിക പദാർത്ഥമാണ്. ഇതിൻ്റെ ഇലകൾ, കായകൾ, വിത്തുകൾ, പുഷ്പങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. കഞ്ചാവ്, ഭാങ്, ചരസ് എന്നിങ്ങനെയുള്ള പേരുകളിൽ ചികിത്സയ്ക്കും മതാചാരങ്ങൾക്കും ഉല്ലാസത്തിനുമായി ഇത് ആളുകൾ പ്രാചീന കാലം മുതലേ ഉപയോഗിച്ചു വരുന്നുണ്ട്. കഞ്ചാവ് ചെടിയെ ഗഞ്ചിക എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുന്നത്. നേപ്പാളിൽ ഇത് ഗഞ്ച് എന്നും. ഇവയിൽ നിന്നാണ് മലയാളത്തിലെ കഞ്ചാവ് എന്ന വാക്ക് ഉണ്ടായത്. കഞ്ചാവ് ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കഞ്ചാവ് എന്ന പേരിന് പുറമെ ഗ്രാസ്, വീഡ്, ജോയിന്റ്, മരിജ്വാന എന്നിങ്ങനെയും വിളിക്കുന്നു. പരാഗണം നടത്താത്ത പെൺസസ്യങ്ങളെ ഹാഷിഷ് എന്ന് വിളിക്കുന്നു. ഹാഷിഷ് വേർതിരിച്ചെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരു പ്രത്യേകതരം ഓയിലിനെയാണ് ഹാഷിഷ് ഓയിൽ അല്ലെങ്കിൽ ഹാഷ് ഓയിൽ എന്ന് വിളിക്കുന്നത്. ചെടിയുടെ പൂക്കളിലും നാമ്പുകളിലും ഉണ്ടാകുന്ന കറയ്ക്കാണ് ഏറ്റവും കൂടുതൽ വീര്യം. ചെടിയുടെ ഉണങ്ങിയ ഇലകളിൽ നിന്നും ഉൽപ്പാദിക്കുന്ന ഭാങ് ഉത്തരേന്ത്യയിൽ പാനീയമായി ഉപയോഗിക്കുന്നുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് എന്നത് ലളിതമായി പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത തരം കഞ്ചാവ് ചെടികൾ തമ്മിലുള്ള ഒരു ക്രോസ് ആണ്. പ്രധാനമായും കഞ്ചാവ് സ്റ്റൈവയും കഞ്ചാവ് ഇൻഡിക്കയും തമ്മിലാണ് ഈ ക്രോസിംഗ് നടത്തുന്നത്. സ്റ്റൈവ ഊർജ്ജസ്വലവും ഉന്മേഷദായകവുമായ ഫലം നൽകുന്നു, എന്നാൽ ഇൻഡിക്ക വിശ്രമവും ശാന്തവും നൽകുന്നു. ഈ രണ്ടും സംയോജിപ്പിച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവ് ചെടികൾ ഉണ്ടാക്കുന്നത്. ഇത് ഒരു മേൽത്തരം ലഹരിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് സൃഷ്ടിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാന കാരണം വീര്യം കൂടുക എന്നതാണ്. സ്വാഭാവികമായിട്ടും സാധാരണ കഞ്ചാവിൻ്റെ 10 മടങ്ങ് കിക്കുള്ളതാണ് ഹൈബ്രിഡ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ചിലപ്പോൾ വൈദ്യപരമായ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. പ്രശസ്തമായ ചില ഹൈബ്രിഡ് ഇനങ്ങളുടെ ഉദാഹരണങ്ങളാണ് ബ്ലൂ ഡ്രീം. ഇത് ഒരു ബാലൻസ്ഡ് ഹൈബ്രിഡാണ്. അധികം മയക്കം വരുത്താതെ വിശ്രമത്തിന് വളരെ പ്രാചാര്യമുള്ളതാണിത്. ഗേൾ സ്കൗട്ട് കുക്കീസ് എന്ന ഇൻഡിക്ക ഡോമിനൻ്റ് സന്തോഷത്തിനും സർഗാത്മകതയ്ക്കും പേര് കേട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. പൈനാപ്പിൾ എക്സ്പ്രസ് എന്ന സ്റ്റൈവ ഡോമിനൻ്റ് ഉന്മേഷദായകവും ഊർജ്ജസ്വലവുമായ ഫലമുണ്ടാക്കുമെന്ന് പറയുന്നു. പക്ഷേ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഇതൊന്നുമല്ല ഫലം. ഹൈബ്രിഡ് കഞ്ചാവിൽ ലഹരിയുടെ അംശം കൂടുതലായിരിക്കും. കൂടുതൽ ഊർജം നൽകി തലച്ചോറിനെ കൂടുതൽ ഉണർത്തുകയാണ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ റോൾ. അത് മണിക്കൂറുകളോളം നിലനിൽക്കുകയും ചെയ്യും. ചിലർ ഹൈബ്രിഡ് കഞ്ചാവിനൊപ്പം ചില സിന്തറ്റിക് ലഹരി വസ്തുക്കളും ചേർക്കാറുണ്ടത്രേ. ലഹരി ഉണ്ടാക്കുന്ന ഘടകങ്ങളുടെ തോതനുസരിച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവുകളുടെ വില നിശ്ചയിക്കുന്നത്. കേന്ദ്ര നാഡീവ്യൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് കഞ്ചാവിനെ മദ്യത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നവരിൽ ഉന്മേഷം കൂടുതലായിരിക്കും. മാത്രമല്ല, ഇവരുടെ കേൾവി ശക്തി അതികൂർമ്മമായിരിക്കും. വിശപ്പും കാര്യമായി വർദ്ധിക്കും. ഇവർക്ക് ഭക്ഷണത്തിൻ്റെ രുചിയും മണവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നു. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണ്. നിരന്തരമായിട്ടുള്ള ഉപയോഗം മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും ഇല്ലാതാക്കും. അതായത് നിങ്ങളെ
ചണ്ടിയാക്കും. ഈ ഹൈബ്രിഡിൻ്റെ ശാന്തത, ഉന്മേഷം എന്നൊക്കെ പറയുന്നത് വെറും തോന്നൽ മാത്രമാണ്. ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ നിങ്ങൾ അധികകാലം കഴിയും മുമ്പ് അടിമകളായി മാറും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ശരീരം മെലിഞ്ഞ് മാനസിക പ്രശ്നങ്ങളുമായി കിളിപോയ അവസ്ഥയിലായിരിക്കും നിങ്ങൾ. ഹൈബ്രിഡ് കഞ്ചാവ് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുമെന്നത് വെറും കപടവാദമാണെന്നാണ് മനോരോഗ വിദഗ്ധനായ ഡോക്ടർ ജോസ്റ്റ്യൻ ഫ്രാൻസിസ് പറയുന്നത്. സത്യത്തിൽ സകല ക്രിയേറ്റിവിറ്റിയും നശിപ്പിച്ച് നിങ്ങളെ ചണ്ടിയാക്കുകയാണ് അത് ചെയ്യുന്നത്. കഞ്ചാവ് ചെറിയ തോതിൽ പോലും നിരന്തരം ഉപയോഗിച്ചാൽ ഓർമ്മശക്തിയും ബുദ്ധിയും കുറയാൻ സാധ്യതയുണ്ട്. ദീർഘകാല ഉപയോഗം മനോരോഗങ്ങൾക്കും കാരണമാകാം. അപ്പോൾ ക്രിയേറ്റിവിറ്റി കൂട്ടാനാണ് മലയാള സിനിമക്കാർ ഇത് ഉപയോഗിക്കുന്നത് എന്ന വാദത്തിലൊന്നും യാതൊരു കഴമ്പുമില്ല. ശരീരഭാഗം ക്രമാതീതമായി കുറയുകയാണ് ഹൈബ്രിഡ് അഡിക്റ്റുകളുടെ ഏറ്റവും വലിയ ലക്ഷണം. എല്ലുകളുടെ ബലം കുറയുകയും പൊടിയുന്നതിനും ഇത് കാരണമാകുന്നു. ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഉപയോഗം വേഗത്തിൽ പ്രായം തോന്നിക്കുകയും ഓർമ്മശക്തി ഇല്ലാതാക്കുകയും ചെയ്യും. തലച്ചോറിന് 2.8 വർഷം വേഗത്തിൽ പ്രായം കൂടുന്നു. തലച്ചോറിനും പ്രായം കൂടുന്നത് രക്തയോട്ടം കുറഞ്ഞ് ഹൃദയാഘാതത്തിനും മറ്റും കാരണമാകുന്നു. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഇപ്പോഴും പ്രായത്തെ പിടിച്ചു നിർത്തുന്നത് അവർ ഇത്തരം ലഹരികളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമത്തിലെ പഴുതുകളാണ് രാജ്യത്ത് കഞ്ചാവ് പ്രതിരോധത്തിൽ നിയമ സംവിധാനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത്. 1 കിലോഗ്രാമിൽ താഴെ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. സാധാരണ കഞ്ചാവിനും ഹൈബ്രിഡ് കഞ്ചാവിനും ഈ വ്യവസ്ഥ ബാധകമാണ്. ഇതിനാൽ 999 ഗ്രാം വരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെടുന്ന ആർക്കും എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടെന്ന് NCB ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ 1/2 ഗ്രാം MDMA കൈവശം വെച്ചാൽ പോലും അകത്താവും. ഇതും കാരിയേഴ്സിനെ ഹൈബ്രിഡിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ഒരു കാരണമാണ്. ഉയർന്ന നിലവാരമുള്ള ഹൈബ്രിഡ് കഞ്ചാവിന് കിലോയ്ക്ക് 1 കോടി രൂപയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവാരം അത്രയില്ലാത്തതിന് പോലും 60 മുതൽ 80 ലക്ഷം വരെ വില ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആഗോള അടിസ്ഥാനത്തിലുള്ള വ്യവസായമായി മാറുകയാണ്. ഇന്ത്യയിൽ കഞ്ചാവിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മതപരമായ ചടങ്ങുകൾ, ഔഷധ ആവശ്യങ്ങൾ, വിനോദം എന്നിവയ്ക്കെല്ലാം കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. ഭാങ്, ഗഞ്ച, ചരസ് എന്നിവയെല്ലാം ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ 1985 അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ആഗോള സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പാസാക്കി. രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും കഞ്ചാവ് നിരോധിക്കാൻ സമ്മർദ്ദം ചെലുത്തിയ അമേരിക്കൻ ഐക്യനാടുകളിൽ, അതായത് USA-യിൽ 24 സംസ്ഥാനങ്ങളിൽ വിനോദ ആവശ്യത്തിനും 38 സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ ആവശ്യത്തിനും ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നതാണ്. പക്ഷേ ഇത് വെച്ച് നമുക്ക് കഞ്ചാവ് എന്ന വിപത്തിനെ നോർമലൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം വിദേശ സാഹചര്യങ്ങളിലെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ സാമൂഹിക സാഹചര്യമല്ല നമ്മുടേത് എന്ന് വ്യക്തമാണല്ലോ. തായ്ലൻഡാണ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ആവാസ കേന്ദ്രം എന്നാണ് പറയുന്നത്. കഞ്ചാവ് നിയമവിധേയമാക്കിയ ആദ്യത്തെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ടാണ് 2018 അവർ ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത്. പിന്നാലെ 2022 കഞ്ചാവ് കൃഷി പരിപോഷിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ഹൈബ്രിഡ് വിപണിയും പച്ചപിടിച്ചത്. കഞ്ചാവ് നിയമവിധേയമാക്കിയതിനൊപ്പം അതൊരു വ്യവസായമാക്കി മാറ്റാനുള്ള വകുപ്പുകളും തായ്ലൻഡിൻ്റെ നിയമത്തിൽ ഉൾച്ചേർത്തു. വീടുകളിൽ കഞ്ചാവ് വളർത്താനുള്ള അനുമതി സർക്കാർ നൽകി. വീടുകളിൽ കഞ്ചാവ് ചെടികൾ വിതരണം ചെയ്തു. ഇതിന് പ്രത്യേക രജിസ്ട്രേഷൻ സംവിധാനവും നടപ്പിലാക്കി. പിന്നീട് തായ്ലൻഡ് കണ്ടത് കഞ്ചാവ് ഡിസ്പെൻസറികളുടെ ഒരു സ്ഫോടനം തന്നെയാണ്. രാജ്യത്ത് 6 മാസത്തിലകം 12,000-ലധികം കഞ്ചാവ് ഡിസ്പെൻസറികൾ തുടർന്നു. കഞ്ചാവ് വ്യവസായത്തിലേക്കും അനുബന്ധ വ്യവസായങ്ങളിലേക്കും വൻതോതിൽ പണമിറക്കാൻ സംരംഭകരെത്തി. സാധാരണ പെട്ടിക്കടകൾ മുതൽ ആഡംബര കഞ്ചാവ് ലോഞ്ചുകൾ വരെയുള്ള കാര്യങ്ങൾ രാജ്യത്ത് തുറന്നു. ഹോട്ടലുകളും ബാറുകളിലുമെല്ലാം കഞ്ചാവ് സുലഭമായി. ഇതോടെ ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കള്ളക്കടത്തായി എത്തുന്ന ഹൈഡ്രോ കഞ്ചാവിൻ്റെ
പ്രധാന ഉറവിടമായിട്ടും ബാങ്കോക്ക് മാറി. ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. മണ്ണില്ലാതെ പോഷക സമ്പുഷ്ടമായ ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. പോഷകങ്ങളുടെ അളവ്, pH മൂല്യം, വെളിച്ചം തുടങ്ങിയ ഘടകങ്ങളുടെ കൃത്യമായ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ചെടികളുടെ വേഗത്തിലുള്ള വളർച്ച, ഉയർന്ന വിളവ് എന്നിവയും ഈ രീതിയിൽ ലഭ്യമാകുന്നു. ഈ രീതിയിൽ വളർത്തുന്ന കഞ്ചാവിന് ഗുണനിലവാരം കൂടുതലായിരിക്കും എന്നാണ് വിലയിരുത്തൽ. പ്രത്യേക അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തി നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിളവെടുക്കുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. ഇപ്പോൾ മലേഷ്യയിലും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ജനിതക മോഡിഫിക്കേഷനിലൂടെ ഗന്ധം, ലഹരി പോലുള്ള സ്വഭാവത്തിലും മാറ്റം വരുത്താനാകും. കൃത്രിമ വെളിച്ചത്തിൽ അടച്ചിട്ട എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ് ഹൈഡ്രോ കഞ്ചാവ് അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് വളർത്തുന്നത്. ഹൈഡ്രോപോണിക് കഞ്ചാവ് ഗുണനിലവാരത്തിൽ മികച്ചതാണെന്നും ഇന്ത്യയിൽ കാണപ്പെടുന്ന സാധാരണ കഞ്ചാവിനേക്കാൾ തീവ്രമായ ഗന്ധം ഉണ്ടെന്നും പറയുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തുന്ന സമയത്ത് പലപ്പോഴും വിമാനത്താവളത്തിന്റെ അറൈവൽ ടെർമിനലിൽ ഇതിന്റെ ഗന്ധം നിറയാറുണ്ടെന്ന് കൊച്ചി വിമാനത്താവളത്തിലെ ഒരു കസ്റ്റം ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ കേരളത്തിലും ഈ കൃഷി വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഹൈഡ്രോപോണിക് സജ്ജീകരണങ്ങൾക്ക് കുറഞ്ഞ സ്ഥലം മാത്രമാണ് ആവശ്യമെന്നതിനാൽ അടച്ചിട്ട പ്രദേശങ്ങളിൽ പോലും ഇത്തരം കൃഷികൾക്ക് അവസരം ഉണ്ടാകും. ഹൈബ്രിഡ് കഞ്ചാവിന്റെ വർദ്ധിച്ചു വരുന്ന ലഭ്യത ഇന്ത്യയിലെ മയക്കുമരുന്ന് വിപണിയിൽ ഇതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കാനും ഇടയാക്കും. കള്ളക്കടത്തും പ്രാദേശിക കൃഷിക്കും വഴിയൊരുക്കുമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സാഹചര്യം തടയുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് മറ്റൊരു ഭീതി കൂടി ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുകളുടെ വ്യാപനം സൂചന നൽകുന്നുണ്ട്. സ്വർണത്തിൽ ലാഭം കുറഞ്ഞതോടെ ഗോൾഡ് മാഫിയ വൻ ലാഭമുള്ള ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് ചൂടുമാറ്റുന്നു എന്നതിന്റെ സൂചന പുറത്തു വരുന്നുണ്ട്. കേരളം ഹൈബ്രിഡ് ഹബ്ബായി മാറാൻ പോകുന്നു എന്നാണ് കസ്റ്റംസിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ജൂലൈ മുതൽ 15% നിന്ന് 6% ആക്കിയിരുന്നു. ഇതോടെ സ്വർണ്ണക്കടത്തിൽ 1 കിലോയ്ക്ക് 6 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ ലാഭം കിട്ടിയിരുന്നത് 1 ലക്ഷം രൂപ വരെയായി കുറഞ്ഞു. കാരിയർമാർക്കുള്ള കമ്മീഷനും വിമാന ടിക്കറ്റിനുമുള്ള പണമെല്ലാം കഴിഞ്ഞാൽ ഇതിൽ ലാഭമില്ലാതാകുന്ന ഒരവസ്ഥ വന്നു. ഇതോടെയാണ് പുതിയ മാറ്റം. കിലോക്ക് 1 കോടി രൂപയാണ് ഹൈബ്രിഡിന് അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയെന്നത് കടത്തുകാർക്ക് പ്രചോദനമാകുന്നു. അതായത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു ക്രമസമാധാന പ്രശ്നമായും ഒരു പുതിയ മാഫിയായും ഇത് വളരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.